ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് പുറത്തുള്ള ഒരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിലെ 2 വിങ്ങുകൾ പ്രത്യേകമായിട്ട് 17 മുതൽ 24 വയസ്സ് വരെ, അങ്ങനെ വേണമെങ്കിൽ പറയാം, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ വിങ് സന്ദർശിച്ചാൽ നമുക്ക് വലിയൊരു വേദന തോന്നും. കാരണം എല്ലാ വിദ്യാർത്ഥികളെ പോലെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള യുവാക്കൾ, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് സ്വപ്നമുണ്ടായിരുന്നു, അവരുടെ പ്രിയപ്പെട്ടവർക്ക് സ്വപ്നമുണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളൊന്നും ഇനി ഒരിക്കലും വീണ്ടെടുക്കാനായിട്ട് പറ്റില്ല എന്ന വലിയൊരു വേദനാജനകമായ ഒരു കാര്യമാണ് അവിടെയുള്ള ആ വ്യക്തികളെയൊക്കെ സന്ദർശിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതിൽ കുറച്ചു പേരൊക്കെ വാഹന അപകടത്തിൽ, പ്രത്യേകിച്ച് ബൈക്ക് ആക്സിഡൻറ്റിൽ ആ വിങ്ങിലുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ഒരു അപകടം ഉണ്ടായി എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കുക, പഠിക്കുന്ന കാലയളവിൽ ഡ്രഗ്സൊക്കെ ചെറുതായി ഉപയോഗിച്ചു തുടങ്ങി. പിന്നീട് പതുക്കെ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിക്കുകയും അതുപോലെ പല കാര്യങ്ങളും ചെയ്ത് അപകടത്തിൽപ്പെട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ യുവാക്കളുണ്ട്. ഇനി മറ്റൊരു വിങ്ങിൽ കാണുവാൻ സാധിച്ച വലിയ വേദനാജനകമായ സംഭവം, പ്രത്യേകിച്ച് +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്. ഇത് ഈ സംസ്ഥാനത്തെ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന വിദ്യാർത്ഥികളുണ്ട്. ഡ്രഗ്സിന് അടിമപ്പെട്ട് ആ മാഫിയയുടെ കൂട്ടുകെട്ടിൽ നിന്നും അതിൽ പ്രവർത്തിച്ചവരുണ്ട്. ഇനി അതിൽ പ്രവർത്തിച്ച് അവർ തന്നെ വളരെ അഡിക്റ്റഡ് ആയിട്ട് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ബ്രെയിനൊക്കെ ഡാമേജായി, സ്വന്തം കാര്യം പോലും ചെയ്യാനായിട്ട് സാധിക്കാതെ അങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ആശുപത്രിയുടെ വിങ്ങിൽ ഒതുക്കപ്പെട്ട ജീവിതങ്ങൾ. ഇതിനൊന്നും ഇവർ അടിമപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരൊക്കെ വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടവരും, അതോടൊപ്പം തന്നെ വലിയ പ്രത്യേകിച്ച് എൻജിനീയർമാരും ഡോക്ടേഴ്സും ഇനി ഗവൺമെൻറ് തലങ്ങളിൽ പോലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ട വ്യക്തികളൊക്കെയായിരുന്നു. എന്നാൽ ഈ ആശുപത്രിയുടെ ഈ 2 വിങ്ങിൽ ഇവരുടെ ജീവിതം ഒതുക്കി തീർക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്താണ് ഇതിന് പിന്നിൽ സംഭവിക്കുന്നത്? ചിലരുടെ പേരൻസൊക്കെ പറയുന്നത് ഇപ്രകാരമാണ്: പഠിക്കുവാനായിട്ട് അയക്കുന്ന സമയത്ത് മക്കൾ വളരെ താല്പര്യമുള്ള, തിഷ്ഠതയുള്ള, കഴിവുള്ള മക്കളായിരുന്നു. എന്നാൽ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത മക്കളാണെങ്കിൽ കൂടെയുള്ള സഹപാഠികൾ അവരുടെ വാക്കുകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. നീ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ കൂടിയൊക്കെ പഠിക്കാനായിട്ട് ഈ രാത്രിയിലൊന്നും ഉറക്കളച്ചിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും ബ്രെയിനൊരു ഉന്മാദം, ഒരു സ്റ്റിമുലേഷൻ ലഭിക്കുകയും ഓർത്തിരുന്ന് പരീക്ഷ എഴുതാനൊക്കെ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവരെ കൂടെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അവരും ഇത് ഉപയോഗിച്ചു തുടങ്ങിയപ്പം ഒരുതരം ഉന്മാദം, ഒരു ലഹരി, ഒരു സുഖം, ഒരു നൈമിഷിക സുഖം ലഭിച്ചു. പിന്നെ പറഞ്ഞതുപോലെയൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പരീക്ഷ ആദ്യത്തെ ലെവലിൽ എങ്ങനെ എഴുതാൻ സാധിക്കുന്നോ അതുപോലെ എഴുതാനും പറ്റുന്നില്ല. ഇനി ഈ പറയുന്ന കാര്യങ്ങളില്ലാതെ ജീവിക്കാനും പറ്റാത്ത ഒരവസ്ഥ. ഹോസ്റ്റൽ ഫീസും പരീക്ഷ ഫീസും കോളേജിലേക്കുള്ള ഫീസുകളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. എന്നാൽ 1-2 മാസം കഴിയുമ്പം, പരീക്ഷയാകുമ്പം, അല്ലെങ്കിൽ ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൈസ ലഭിച്ചിട്ടില്ല എന്ന് വേണ്ടപ്പെട്ട അധികാരികൾ വിളിച്ചു പറയുമ്പം, അവരോ ചോദിക്കും, മക്കളെ പൈസ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം ദേഷ്യപ്പെടുന്ന മക്കൾ. പിന്നെ 1-2 ആണല്ലേ ഉള്ളൂ, അതുകൊണ്ട് അധികം ചോദ്യമൊന്നുമില്ല, നേരിട്ട് അവർക്ക് പൈസ കൊടുക്കുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് ഭയങ്കര വേദനാജനകമായ കാര്യങ്ങളായിരുന്നു.
സ്നേഹമുള്ളവരെ, പാറിപ്പറന്ന് നടക്കേണ്ട ജീവിതങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങും തണലുമായി വരേണ്ട ജീവിതങ്ങൾ, ഇതൊക്കെ ഒരു ആശുപത്രിയുടെ രണ്ട് വിങ്ങിൽ, ഒന്നല്ലെങ്കിൽ രണ്ട് വിങ്ങിൽ മാത്രം അവശേഷിക്കുന്ന ജീവിതം. പിന്നെ ജീവിതം അനുഗ്രഹമായി മാറണമായിരുന്നു. പക്ഷേ ഈ ജീവിതം അനുഗ്രഹമല്ല, ചിലപ്പോഴൊക്കെ അവർക്ക് തന്നെ ശാപമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മോചനം വേണ്ടേ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മോചനം കൊടുക്കുവാനായിട്ട് സാധിക്കുക? അതാണ് ഏറ്റവും വലിയ ചോദ്യം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. ലെറ്റ് ദം നോട്ട് ഹാവ് ഡൊമീനിയൻ ഓവർ മീ. അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൈശാചിക ശക്തികൾ, തിന്മകൾ, തിന്മയുടെ ബന്ധന മേഖലകൾ, ഇതുപോലുള്ള നൈമിഷിക സുഖങ്ങളൊക്കെ നമ്മിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും ആധിപത്യം പുലർത്താതിരിക്കുവാനായിട്ട് കണ്ണുനീരോടെ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമേ എന്ന ഒരേ ഒരു അപേക്ഷ. സങ്കീർത്തനം 19, 12, 13 ഒക്കെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം 12, 13 ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, ആധിപത്യങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്രാർത്ഥനയാണ്. അവ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് 19, 13 അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയാണ് ജീവിതം. ജീവിതത്തിൽ നമുക്ക് മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ എന്തൊക്കെയുണ്ട്. ചിലർ പറയും, അച്ചോ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ എനിക്ക് മിക്ക വിഷയങ്ങൾക്കും A+ഉം Aയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ നോക്കുമ്പം Bയും B+ ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട്. എൻ്റെ ജീവിത നിലവാരവും അവരുടെ ജീവിത നിലവാരവും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്യുമ്പം ആ Bയും B+ഉം Cയും ഒക്കെ കിട്ടിയ കുട്ടികൾ ഇന്ന് വലിയ ഉന്നതങ്ങളിലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ വലിയൊരു കഠിനാധ്വാനം ഉണ്ടായിരുന്നു. അവരുടെ പരിമിതികൾ അവർക്ക് അറിയാമായിരുന്നു. ആ പരിമിതികൾ വെച്ചുകൊണ്ട് അവരങ്ങ് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കൂടെയുള്ള സഹപാഠികളുടെ, വീട്ടിലെ കുടുംബങ്ങളിൽ എല്ലാവരുടെയും വേദനയും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു മനസ്സുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉന്നതങ്ങളിലേക്ക് എത്തുവാനുള്ളതാണ് ജീവിതങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ടവർ, പ്രിയപ്പെട്ട മക്കൾ, യുവതി യുവാക്കളൊക്കെ വഴിതെറ്റി പോകാതിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അവർ ഇങ്ങനെയുള്ള ആധിപത്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കുവാനായിട്ട് നേർദിശയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇതിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി അവരുടെ ജീവിതത്തിൽ വലിയൊരു ചലനം സംഭവിക്കുവാനായിട്ട്. ഇനി അടിമത്തങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, കരുതലും സ്നേഹവും സർവോപരി പ്രാർത്ഥനയും വചനം ചൊല്ലിയുള്ള പ്രാർത്ഥനയും ആവശ്യമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ എന്നെ വിളിച്ചു, ഒരു കുടുംബനാഥൻ എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. പറഞ്ഞൊരു കാര്യമുണ്ട്: അച്ഛൻ്റെ കുർബാനയൊക്കെ ഞാൻ ഓൺലൈനിൽ TV-യിലൊക്കെ കാണാറുണ്ട്, ടോക്കുകളൊക്കെ കേൾക്കാറുണ്ട്. അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എനിക്ക് 4 മക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദര, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അച്ചോ വലിയ അടിമത്തങ്ങളിലൂടെ കടന്നു പോവുകയാണ്, ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് മോചനം എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അച്ഛനൊന്ന് കുർബാന ചൊല്ലുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് സന്തോഷം തോന്നി. കാരണം ഈ വ്യക്തിക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുമ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഇടപെടുമെന്നുള്ള ഒരു ബോധ്യമൊക്കെ ഉണ്ട്. അതിലൊക്കെ എനിക്ക് സന്തോഷമായി. പക്ഷേ ബോധ്യമുണ്ട്, എന്നാൽ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, കുർബാനയിലൊക്കെ ഓർത്ത് മനസ്സുരുകി പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം, ഒരു 4-5 ദിവസം ദൈവത്തോടൊപ്പം ഒന്ന് ആയിരിക്കണം. ചില കേസുകളിൽ ദൈവം പറയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ദൈവിക സംവിധാനങ്ങളെയൊക്കെ ഉപയോഗിക്കണം, അത് ദൈവം പറഞ്ഞു തരും, അതുകൊണ്ട് നീ വരണമെന്ന് പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞു, ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്, അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും വന്നേ പറ്റൂ, പിന്നെ 4 മക്കൾക്ക് പഠനമുണ്ട്. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, അത് ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുക. പറഞ്ഞു, അച്ചോ ജീവിത പങ്കാളി ഒറ്റയ്ക്ക് നിന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ വരുന്നത്, അതുകൊണ്ട് ജീവിത പങ്കാളിയും മക്കളും സുഖമായിട്ട് സേഫായിട്ട് അവിടെ ഇരുന്നോളും, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുവാനായിട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാലോ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിലുള്ള ധ്യാനം നടക്കുന്നുണ്ട്. ഏകദേശം 30 വർഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു പോയത്. എല്ലാ ആഴ്ചയിലും 7 ഭാഷകളിലുള്ള ധ്യാനം നടക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്, ഒരു പുണ്യഭൂമിയാണ്. ഇവിടേക്ക് അദ്ദേഹം വന്നു. ആദ്യ ദിവസങ്ങളൊക്കെ വലിയ ദുഃഖവും വിരസതയും പിന്നെ വിഡ്രോവൽ സിംറ്റംസൊക്കെ പ്രകടിപ്പിച്ചു. പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി പ്രാർത്ഥിച്ചു, പ്രാർത്ഥന അരുവിലേക്ക് വന്നു. എന്തും സ്വീകരിക്കാൻ, എന്തും ചെയ്യാനുള്ളൊരു മനസ്സിലേക്ക് അദ്ദേഹം വന്നു. ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസം ഞാൻ അവനോട് ചോദിച്ചു, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം കൂടെയുണ്ട്, പക്ഷേ ഇനി ഈ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം ഇത് വിട്ട് വീട്ടിലേക്ക് പോയി കഴിയുമ്പം വീണ്ടും പഴയതിലേക്ക് പോകാനും പൂർവാധികം ശക്തിയിലേക്ക് തിരിച്ചു പോകുവാനൊക്കെ തോന്നും. അതുകൊണ്ട് ദൈവിക സംവിധാനങ്ങളായ ചികിത്സ ആവശ്യമാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. കുറച്ചു നാൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറണം, കാരണം അത്രമാത്രം ബ്രെയിനെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചു. ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളെയൊക്കെ അത് അറിയിച്ചു. അങ്ങനെ ഏകദേശം 2.5-3 മാസം അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് തയ്യാറായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ആ മകന് ജീവിതത്തിലേക്ക് പിച്ചവെക്കുകയാണ് ചെയ്തത്. തിരിച്ചു ചെന്നപ്പം ആ ജോലി നഷ്ടമായി, കാരണം അത്ര നാൾ അവധി കിട്ടില്ലായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അവൻ ഈ ഒരു പ്രതിസന്ധികളെയും, കാരണം ആകെ ഒരു ജോലി ഉണ്ടായിരുന്നേ, അതിനെയെല്ലാം മറികടന്ന് വേറെ നല്ലൊരു ജോലിയിലേക്ക്, വീടിൻ്റെ സ്ഥലത്തേക്ക് അവനത് മാറുവാനായിട്ട് സാധിച്ചു. ഭയങ്കര സന്തോഷമായി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ചു താങ്ക്സ് എന്ന് പറയുന്നില്ല, വലിയ സന്തോഷമാണ്, അച്ഛന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ സെൻറ്ററിന് വേണ്ടിയിട്ട്. കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്, അച്ചു വിവാഹം കഴിഞ്ഞ് ഏകദേശം 10.5 വർഷം കഴിഞ്ഞു. 10.5 വർഷം കഴിഞ്ഞ് ഞാൻ ആദ്യമായ എൻ്റെ ജീവിത പങ്കാളി ഒന്ന് ചിരിച്ച് കാണുന്നത്, ഹൃദയം തുറന്ന് ചിരിച്ച് കാണുന്നത് ഒരു 10.5 വർഷങ്ങൾക്ക് ശേഷമാണ്. അവൻ കൂട്ടിച്ചേർത്തു, അച്ഛനറിയാവോ, എൻ്റെ വിവാഹത്തിൻ്റെ അന്നേ ദിവസം പോലും ഞാൻ വലിയൊരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോയത്. ആ ദിവസം പോലും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പം ഞാൻ അല്പമൊക്കെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാണ് പോയത്. കൂടെയുള്ളവർ പറഞ്ഞൊരു ധൈര്യം കിട്ടും, നീ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു. അങ്ങനെയാണ് എൻ്റെ വിവാഹത്തിൽ പോലും ഞാൻ പങ്കെടുത്തത്. പിന്നെ ആദ്യ ദിവസം മുതൽ ഇന്നേ ദിവസം വരെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ലഹരി പദാർത്ഥമില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ഒരു 13-14 വർഷം ഇവൻ തീർത്തും ഈ അടിമത്തത്തിലായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് അച്ഛോ ഒരു മോചനം കിട്ടിയത്. ജീവിത പങ്കാളി ഒന്ന് മനസ്സ് നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ കൂടെ ഇത്രയും നാൾ എന്നെ ഞാനാക്കി മനസ്സിലാക്കി 4 മക്കൾക്ക് ജന്മം നൽകി ചേർത്ത് പിടിച്ച അവളാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം. അടിമത്തങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉറപ്പാണ്. അടിമത്തങ്ങളിൽ നിന്ന് മോചനം ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പല ആൾക്കാരും പറയും, ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയി രക്ഷപ്പെട്ട് തിരിച്ചു വരുവാനായിട്ട് പ്രയാസമാണ് എന്ന്. ശരിയാണ്, അതിലേക്ക് തന്നെ തിരിച്ചു പോകുവാനുള്ള വലിയൊരു പ്രവണതയുണ്ട്. എന്നാൽ ഇതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ. അതിന് ദൈവിക സംവിധാനങ്ങളായ ചികിത്സയുണ്ട്, അത് വേണം. അതോടൊപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനകളും ധ്യാനങ്ങളും ചിന്തകളും ഒക്കെ ആവശ്യമാണ്.
കൂടാതെ കുടുംബത്തിലുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ. നമുക്കൊരു പനി അല്ലെങ്കിൽ ജലദോഷം ഒക്കെ വന്നാൽ ആശുപത്രിയിൽ പോവുക സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഒരു സഹാനുഭൂതിയും കരുണയും ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റും ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇവരെ പതുക്കെ പതുക്കെ ഒന്ന് പരിചരിച്ചെടുത്ത് ഇവരുടെയൊക്കെ ജീവിതത്തിന് ഒരു വെളിച്ചം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള അടിമത്തങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികളുണ്ടാവാം. ദൈവത്തിന് നന്ദി പറയുക, ദൈവമേ രക്ഷപ്പെട്ട് ഇപ്പോൾ ഈ വചനം കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഇനി ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് അടിമത്തങ്ങളിലേക്ക് പോകാനുള്ള പ്രവണതയുള്ള വ്യക്തികളാണെങ്കിൽ, അല്ല നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അടിമത്തങ്ങളിൽ അകപ്പെട്ടു പോയി കണ്ണുനീരോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഈ വചനം പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 19:13. അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. ഈ ലഹരി വസ്തുക്കൾ എന്നിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും ആധിപത്യം പുലർത്താതിരിക്കട്ടെ. യേശു നാമത്തിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു നാമത്തിൽ ബന്ധന മേഖലകൾ പൊട്ടിച്ചെറിയപ്പെടട്ടെ. യേശു നാമത്തിൽ ശക്തി ഉണ്ടാവട്ടെ. യേശു നാമത്തിൽ ഇതിനെ അതിജീവിക്കുവാൻ, നൈമിഷിക സുഖങ്ങളെ അതിജീവിക്കുവാൻ ശക്തി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പം സ്നേഹമുള്ളവരെ, ദൈവം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് എന്തിനേയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കണം. ഇനി ദൈവത്തോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുവാനായി സാധ്യമാവുക? ആദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളിലും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു പോകണം, അൾത്താരയിലേക്ക് തിരിച്ചു പോകണം. എന്താണ് അൾത്താരയിലേക്ക്, വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്നതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്? സ്നേഹമുള്ളവരെ, ഉദ്ദേശിച്ച ഒരേ കാര്യമുണ്ട്. നിശബ്ദമായി ദൈവത്തിൻ്റെ മുൻപിൽ, വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് അമേരിക്കയിലെ ക്ലീവ്ലൻഡ് ഡയസിസിൽ, ഒഹായോ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ക്ലീവ്ലൻഡ് ഡയസിസിലെ ജനങ്ങൾ ചെയ്തത് എന്താ ചെയ്തത്? അവർ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ട് ഏകദേശം 9 തൊട്ട് 6 വരെയുള്ള സമയത്ത് ആ പള്ളികളൊക്കെ ഓപ്പൺ ചെയ്തു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചു. അവിടെ മണിക്കൂറുകൾ നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ. അവരതിനെ അതിജീവിച്ചത് എങ്ങനെയാ? വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം. നമുക്കറിയാലോ, ശക്തിയേറിയ ഹിമഗണങ്ങൾ, ഈ ഹിമഗണങ്ങളിലേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ പതുക്കെ ആഞ്ഞടിക്കുമ്പം, ആ ചൂട് വന്നു കഴിയുമ്പം ഈ ഹിമഗണങ്ങൾ പതുക്കെ അലിഞ്ഞലിഞ്ഞലിഞ്ഞില്ലാതായി ഭൂമിയിലേക്ക് ചേരും. ഇതാണ് ഇവിടെ സംഭവിക്കുക. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം, ദുഃഖവും വേദനയും കൊടുത്ത് പ്രാർത്ഥിക്കുമ്പം, ഈ സൂര്യപ്രകാശം ഹിമഗണങ്ങളെ അടിച്ച് അതിലേക്ക് വന്ന് ഹിമഗണങ്ങൾ ഭൂമിയോട് ഉരുകിച്ചേരുന്നത് പോലെ നമ്മുടെ ദുഃഖങ്ങളും അടിമത്തങ്ങളും രോഗങ്ങളും സാവകാശം ഇല്ലാതാവുകയും ഈശോ ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഒരു വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ശ്രമിക്കാം. ഇനി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അത് വേണം. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. ഒരുപക്ഷെ എൻ്റെ ടോക്ക് പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം കാണുക, അല്ലെങ്കിൽ ടി വിയിലൂടെ ആയിരിക്കും കാണുക, ചിലപ്പോൾ റീൽസുകളായിട്ടൊക്കെ അത് വരാം. ഇതെല്ലാം വേണം. അതോടൊപ്പം തന്നെ നമ്മൾ വായനയിലേക്ക് മാറണം, പുസ്തകങ്ങൾ വായിക്കണം. ഈ ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. തിരിച്ചാണ് സാധാരണ ആൾക്കാർ പറയാറുള്ളത്. പക്ഷേ ഞാനൊരു പ്രിൻറ്റിംഗ് പ്രസ്സിലും കൂടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും, പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. സർവോപരി ബൈബിൾ വായിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്.
അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വായനയിലേക്ക് വരണം. കാരണം വായിച്ചു കഴിയുമ്പം ചിലതേക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാനും പിന്നെ മനനം ചെയ്യുവാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടൊക്കെ സാധിക്കും സ്നേഹമുള്ളവരെ. ഇനിയുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടാതെ, മൂന്നാമത്തെ തലവെന്ന് പറയുന്നത് നമ്മൾ ഒതുങ്ങിക്കൂടാതെ പുറം ലോകത്തേക്ക് ഇറങ്ങണം. വീട്ടിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, സമ്മതിച്ചു, ദൈവം തന്നതാണ്, നന്ദി പറയാം. എന്നാൽ പുറം ലോകത്തേക്കൊന്ന് ഇറങ്ങി പക്ഷികളുടെ ആ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്കൊന്ന് നോക്കുക. സൂര്യപ്രകാശം, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ അതിൻ്റെ എല്ലാ ഗതിവിഗതികളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, അച്ചോ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് പഠിക്കുന്നവരാ പറയുന്നത്, ചില സമയത്ത് മഴ കാണാനായിട്ട് തന്നെ ഞങ്ങൾ അവധിയെടുത്ത് കേരളത്തിൽ വരാറുണ്ടെന്ന്. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെയൊക്കെ മൂല്യം കുറച്ച് മാറി നിന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രകൃതിയിലേക്ക്, ദൈവം സൃഷ്ടിച്ച സംവിധാനങ്ങളിലേക്ക്, പ്രകൃതി ചൊരിയുന്ന നന്മകളിലേക്കൊക്കെ നോക്കാൻ എത്ര മനോഹരമാണ്. അതൊക്കെ നമ്മുടെ മനസ്സിന് കുളിർമ നൽകും, സന്തോഷം നൽകും. അങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കി ഒന്ന് ധ്യാനിക്കാൻ. ചിലർ പോയി കടൽ തീരത്തിരിക്കും, ആ തിരമാലകൾ അടിക്കുകയും പിന്നെ പോവുകയും പിന്നെ അടിച്ചു കയറുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിയിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചുരുക്കത്തിൽ അങ്ങനെ പ്രകൃതി കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അടിമത്തങ്ങളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് വലിയൊരു മോചനമാണ് ലഭിക്കുക. ഇനി നാലാമത്തെ തലം എന്ന് പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള അടിമത്തങ്ങളിലേക്ക് പോയെങ്കിൽ തീർച്ചയായിട്ടും രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് പോകും. അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ബാധിച്ച ഒരു രോഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് തയ്യാറാകണം. പല സെൻറ്ററുകളുമുണ്ട്, അഡിക്ഷൻ സെൻറ്റർ, അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സെൻറ്ററുകളുണ്ട്. അവിടെ പോയി നല്ലൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുവാനായിട്ട് സാധിക്കണം. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. ഇങ്ങനെ തിരിച്ചു വരുന്ന വ്യക്തികളെ ഇരു കൈകളും നീട്ടി അവർക്ക് സ്നേഹവും കാരുണ്യവും ഒക്കെ ചൊരിഞ്ഞ് അവരെ സ്വീകരിക്കണം. നീ കാരണം അത് നശിച്ചു, നീ കാരണം ജീവിതം ഇല്ലാതായി, നീ കാരണം നിന്റെ പെങ്ങളുടെ, നിന്റെ അനിയൻ്റെ, ചേട്ടൻ്റെ ജീവിതം മോശമായി, അങ്ങനെ പറയരുതേ. ഒരു കാലഘട്ടങ്ങളിൽ അവരങ്ങനെ പോയി. ഇങ്ങനെയുള്ളത് വീണ്ടെടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കരുതലും സ്നേഹവും കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്ന ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ മെഡിക്കൽ കോളേജിലെ ആ 2 വിങ്, അതിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരാരും പോകാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ അവ ഞങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ആധിപത്യം പുലർത്താതിരിക്കട്ടെ. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വലിയ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. പ്രാർത്ഥിക്കുന്നു, നാഥാ, ഞങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ദുഃഖം. ഞങ്ങളുടെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. അടിമത്തങ്ങളിൽ നിന്ന് അങ്ങ് മോചനം നൽകണമേ. ആമേൻ.